കോൺഗ്രസിൽ തലമുറ മാറ്റത്തിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഭരണം 4 നേതാക്കന്മാരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഇതിനെ തലമുറ മാറ്റം എന്ന് വിശേഷിപ്പിക്കാം. കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്നും കണ്ടു പഴകിയ മുഖങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്തി പുതുമുഖങ്ങളെ അമരത്തേക്ക് കൊണ്ടുവരികയാണ് ഹൈക്കമാൻഡ്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഡൽഹി കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കും. ഇതിനു പുറമെ വടകര MP ഷാഫി പറമ്പിൽ, കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ, കരുനാഗപ്പള്ളി MLA CR മഹേഷ് എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായും പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസ്ഥാന മന്ത്രിസഭയിലെത്തിയതിന് പിന്നാലെയാണ് പുതിയ അധ്യക്ഷനെ പാർട്ടി തേടിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള പേരുകളിലേക്ക് എത്തിയെങ്കിലും ഒടുവിൽ തലമുറ മാറ്റം എന്ന അനിവാര്യതയെ മുറുകെ പിടിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഈ നേതൃത്വ സമവാക്യം യാഥാർത്ഥ്യമായാൽ യുവമുഖങ്ങൾക്കും സംഘടനാ പരിചയമുള്ള നേതാക്കൾക്കും ഒരുപോലെ പ്രാതിനിധ്യം നൽകുന്ന പുനഃസംഘടനയായി ഇത് വിലയിരുത്തപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. KPCC അധ്യക്ഷരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാകുന്നതിനിടെ പുതിയ നേതൃത്വത്തെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ധാരണ രൂപപ്പെടുന്നതായാണ് സൂചന. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യം നേതൃത്വത്തിൽ ശക്തമായതായാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. 50 വയസ്സിന് താഴെയുള്ള നേതാവിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന പ്രത്യേക താൽപര്യം രാഹുൽ ഗാന്ധിക്കുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ഇതിന്റെ ഭാഗമായിട്ടാണ് മൂവാറ്റുപുഴ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ മാത്യു കുഴൽനാടന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നത്. കുഴൽനാടനോട് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനുള്ള താൽപര്യവും മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പിക്കാം. ഷാഫി പറമ്പിൽ, VP സജീന്ദ്രൻ, CR മഹേഷ് എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായി പരിഗണിക്കുന്നതായും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും സൂചനയുണ്ട്. യുവതലമുറയുടെ പ്രതിനിധികൾക്കൊപ്പം സംഘടനാ പരിചയമുള്ള നേതാക്കളെയും ഉൾപ്പെടുത്തി KPCC നേതൃത്വത്തെ പുനഃസംഘടിപ്പിക്കാനാണ് നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്യു കുഴൽനാടന്റെ പേരിന് ദേശീയ നേതൃത്വത്തിലെ ചില പ്രമുഖരുടെ പിന്തുണയുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ AK ആന്റണിയുടെ താൽപര്യവും കുഴൽനാടന്റെ പേരിന് അനുകൂലമാണെന്നാണ് സൂചന. നേരത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്കുള്ള പരിഗണനയിൽ തനിക്ക് പകരം മാത്യു കുഴൽനാടനെ പരിഗണിക്കണമെന്ന ആവശ്യം AK ആന്റണി മുന്നോട്ട് വച്ചിരുന്നതായും ചില നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജെൻസി തലമുറയുൾപ്പെടെയുള്ള യുവതലമുറയ്ക്കിടയിലെ സ്വീകാര്യത, പ്രൊഫഷണൽ പശ്ചാത്തലം, നിയമസഭയിലെ സജീവ ഇടപെടലുകൾ, സംഘടനാ രംഗത്തെ പ്രവർത്തന പരിചയം എന്നിവയാണ് മാത്യു കുഴൽനാടന് അനുകൂലമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഘടകങ്ങൾ. ഇതിനു പുറമെ പിണറായി വിജയനെ ഇപ്പോൾ കുരുക്കിയിരിക്കുന്ന മാസപ്പടി കേസ് ആദ്യമായി ഉന്നയിച്ചതും പുറത്തു കൊണ്ടുവന്നതും കുഴൽനാടനാണ്. ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള യുവ നേതാവെന്ന പരിഗണനയും നേതൃത്വ ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനു പുറമെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പുനഃസംഘടനയും ഉടൻ ഉണ്ടായേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. KPCC നേതൃത്വത്തിലെ മാറ്റത്തിനൊപ്പം യുവജന സംഘടനകളിലും തലമുറ മാറ്റം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്.